നമസ്കാരം. ഇതൊരു വലിയ ചിത്രമാണ്, വലിയൊരു വീഡിയോയിലേക്ക് തുറക്കുന്ന വാതിലാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ആദ്യം റിപ്പോർട്ടർ ടിവിയിൽ ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നടത്തിയ ഒരു പരാമർശം കാണാം. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ടിവിയുടെ വാർത്തകൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യിപ്പിച്ചു ഈ സർക്കാർ എന്നുകൂടി പ്രേക്ഷകർ അറിയണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ ആദ്യം റിമൂവ് ചെയ്തിരിക്കുന്നത്. എത്ര റിമൂവ് ചെയ്താലും റിപ്പോർട്ടർ ടിവി അതിന്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് ആ വാർത്ത നൽകിക്കൊണ്ടേയിരിക്കും. ഈ ദൃശ്യമാണ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നത്. എന്താ സംഭവം? ഇതന്നെ സംഭവം. 2 ദിവസം മുമ്പ് കാസർഗോഡ് ചെറുവത്തൂർ വെച്ച് വലിയ ലഹരി മാഫിയയുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന 3 അംഗ സംഘത്തെ MDMA പോലീസ് പിടിച്ചു. ചെറുവത്തൂരിൽ നിന്ന് 7 ലക്ഷം രൂപ വിലമതിക്കുന്ന 139 ഗ്രാം MDMA പെരുമ്പാവൂർ വെങ്ങോല സ്വദേശികളായ മുഹമ്മദ് ഹുസൈൻ, അബ്ദുൽ സലാം, അബ്ബാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാനാണ്. രമേശ് ചെന്നിത്തലയുടെ തൂഫാന്റെ ഭാഗമായിട്ടാണ് പിടിച്ചത്. സർക്കാരിന് വലിയ നേട്ടമാണ്. ചെന്നിത്തലയ്ക്കും VDക്കും നേട്ടം ആഘോഷിക്കാം. പക്ഷേ സംഗതി ദുരന്തമാണ്. പിടിയിലായവർ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ഭാരവാഹികളൊക്കെയാണ്. അതൊന്നുമല്ല പ്രശ്നം. അതിപ്പോൾ അടുത്തതായി വേറെ എതിർ പാർട്ടിക്കാരെ ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്ന് തടി കഴിച്ചിലാക്കാം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഈ സംഘത്തിലെ മുഖ്യമന്ത്രി VD സതീശൻ്റെ സോഷ്യൽ മീഡിയ പേജിൻ്റെ കോർഡിനേറ്ററാണത്രേ. ഇത് നിങ്ങൾ ആരെങ്കിലും വാർത്തയായിട്ട് അറിഞ്ഞിരുന്നാ? വാർത്ത കൊടുത്തില്ല എന്നും പറഞ്ഞ് ആരെങ്കിലും പറയുന്നതല്ലേ കേട്ടിട്ടുള്ളൂ? ഒരു മാധ്യമമോ ഒരു ചാനലോ പത്രമോ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കേരളത്തിലെ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ അത്രയധികം സ്വാധീനമുള്ള ആളായിരിക്കും. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ രാസലഹരിക്ക് ഇടയിൽ അത് കടത്തുന്നതിനിടയിൽ പിടിക്കപ്പെട്ടാൽ അത് വാർത്തയല്ലേ? അല്ല എന്നാണ് നമ്മുടെ 1-ാം നമ്പർ ചാനലുകാരും മുത്തശ്ശി പത്രങ്ങളും ഒക്കെ പറയുന്നത്. സംഗതി സത്യമാണ്. സംഭവം നടന്ന കാര്യം ഇവിടുത്തെ വൻകിട 1-ാം നിര ചാനലുകളും മുത്തശ്ശൻ പത്രങ്ങളും എല്ലാം മുക്കിക്കളഞ്ഞു ഗൈസ്. എന്നാൽ അത് റിപ്പോർട്ട് ചെയ്തവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലെ വാർത്ത നീക്കം ചെയ്യാൻ സർക്കാർ തലത്തിൽ നീക്കവും സമാന്തരമായി VD സർക്കാർ നടത്തിയത്രേ. മുങ്ങലും ഒക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ആരാണ് ഹുസൈൻ? കേരള മുഖ്യമന്ത്രിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ മാത്രം കെൽപ്പുള്ളയാളാണ്. ഹുസൈൻ തന്നെ മുഖ്യമന്ത്രി വീട്ടിലെത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ട്. ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തുന്നു. എങ്ങനെയുണ്ട്? സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മുതൽ മുഹമ്മദ് ഹുസൈനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും ഹുസൈൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വന്നു. സതീശൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ മുഹമ്മദ് ഹുസൈൻ സജീവമായിരുന്നു എന്നാണ് മൂപ്പര് പറയുന്നത്. ലഹരി ഇടപാടുകൾ സുഗമമായി നടത്താൻ രാഷ്ട്രീയ സ്വാധീനവും ഉന്നതരുമായുള്ള അടുപ്പവും കരുവാക്കി എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ടീം VD സതീശൻ എന്ന സമൂഹ മാധ്യമ പേജിൻ്റെ കോർഡിനേറ്ററും യൂത്ത് കോൺഗ്രസിൻ്റെ വെങ്ങോല പഞ്ചായത്ത് 142ാം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാണ് മുഹമ്മദ് ഹുസൈൻ. ഇയാളെ കൂടാതെ പിടിയിലായ PA അബ്ദുൽ സലാം, P അബ്ബാസ് ഇവരൊക്കെ മുഖ്യമന്ത്രി മുതൽ PK കുഞ്ഞാലിക്കുട്ടി വരെയുള്ളവർക്കൊപ്പമുള്ള ദൃശ്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. വെറും ദൃശ്യമല്ല കേട്ടോ. പോകുന്ന പോക്കിൽ ഒരു ചിത്രം എടുത്തു എന്നും പറഞ്ഞ് 1-ാം പേജ് വാർത്ത ആഘോഷിക്കുന്ന പരിപാടിയല്ല. സ്വാഭാവികമായി അവരുടെ ഓഫീസുകളിലും അവരുടെ പരിപാടികളിലും ഇനി പ്രതികളുടെ വീട്ടിൽ തന്നെയും എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ. ഇനി ഇവരെവിടെ നിന്നാണ് കടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ നിന്നാണ് പ്രതിയും സംഘവും MDMA എത്തിച്ചിരുന്നത്. മംഗലാപുരം വഴി കേരളത്തിലേക്ക് എത്തിച്ചിരുന്നത്. എന്നിട്ട് ഓരോ ഏരിയകളിൽ എത്തിച്ചിട്ട് വിതരണം ചെയ്യുക. ഇങ്ങനെ പലവിധ പദ്ധതികളിലൂടെ MDMA രാസലഹരി കേരളത്തിൽ എത്തിക്കുന്നതിനുള്ള കടത്തുകാരായിട്ട് പ്രധാനപ്പെട്ട പരിപാടികളായിട്ട് ഇവർ നിൽക്കുകയാണത്രേ. ഈ പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഒക്കെ ഇപ്പോൾ പിടിക്കപ്പെട്ടതിന് ശേഷം മുഖ്യ മാധ്യമങ്ങൾ സതീശൻ്റെ ഈ ബന്ധം അവകാശപ്പെടുന്ന ആളെ പുറത്താക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി 1-ാം നമ്പർ ചാനലിലൊക്കെ വാർത്തകൾ കാണുന്നുണ്ടാവും. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുകയാണത്രേ സോഷ്യൽ മീഡിയയിൽ മൂപ്പര് ഉൾപ്പെടുത്തിയത്. അതിവേഗത്തിൽ സതീശൻ്റെ വിശ്വസ്തരിൽ ഒരാളായി എന്നാണ് ആരോപണം. ഔദ്യോഗിക വസതിയിലും പറവൂരിലെ ഓഫീസിലും ദേശത്തെ വസതിയിലുമെല്ലാം സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹുസൈൻ മാത്രമല്ല, പിടിയിലായ സലാമും VD സതീശന് കുഞ്ഞാലിക്കുട്ടിക്കും ഒപ്പം വിഹരിക്കുന്ന ദൃശ്യങ്ങളും അവർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി ഈ വാർത്ത റിപ്പോർട്ടർ TV, ന്യൂസ് മലയാളം, കൈരളി ചാനൽ, ദേശാഭിമാനി തുടങ്ങി ചില മാധ്യമങ്ങളല്ലാതെ ബാക്കി എല്ലാവരും മുക്കി. പ്രമുഖരൊന്നാകെ മുക്കി എന്ന് മാത്രമല്ല, മുക്കലിൻ്റെ ഭാഗമായി അതിന്മേലുള്ള പ്രതികരണങ്ങൾ മുക്കി. ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലഹരി മാഫിയ കേന്ദ്രം എന്നാരോപിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ വലിയ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. ആ ആരോപണമായിട്ടല്ലെങ്കിലും അത് പ്രതിപക്ഷത്തെ ഒരു 1-ാമത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സ്വാഭാവികമായി നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാറുണ്ടല്ലോ. എന്നാൽ ഇന്നത്തെ മനോരമ വാർത്ത നോക്കൂ. കടലിലെ തെരച്ചിൽ വീഴ്ച മറക്കാൻ സർക്കാർ ശ്രമിച്ചു എന്ന ആരോപണം എന്നാണ് വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ പറഞ്ഞതിൻ്റെ ഹെഡിങ്.
ആ വാർത്താ സമ്മേളനത്തിലെ മറ്റൊരു കാര്യം ലീഡാക്കി. അപ്പോൾ ചോദിക്കും അത് കൊടുക്കണ്ടേന്ന്. കഴിഞ്ഞ 5-8 ദിവസമായിട്ട് MV ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ നിരന്തരം മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അന്നൊന്നും കൊടുത്തില്ല കേട്ടോ, അന്നെല്ലാം മുക്കി ആ വാർത്ത. ഇന്ന് അത് മറ്റൊന്നും മുക്കാനുള്ള ഉപകരണമാക്കി. ലഹരി മാഫിയ VD സതീശൻ എന്നെല്ലാം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആ പണ്ട് മുഖ്യ വാർത്ത ഇന്ന് കൊടുത്തു കളയാം എന്ന് വിചാരിച്ച് അവർ ലീഡാക്കി. എന്നിട്ട് വാർത്തയുടെ ഒടുവിലെ പാരഗ്രാഫിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഓപ്പറേഷൻ തൂഫാൻ മന്ത്രി രമേശ് ചെന്നിത്തല ആദ്യം നടപ്പാക്കേണ്ടത് സ്വന്തം പാർട്ടിയിലാണ് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു എന്ന്. മുഖ്യമന്ത്രി VD സതീശന്റെ സമൂഹ മാധ്യമം കൈകാര്യം ചെയ്യുന്നയാൾ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ കഴിഞ്ഞ ദിവസം രാസലഹരിയുമായി പിടിച്ചിരുന്നു എന്നുകൂടിയുണ്ട് വാർത്തയിൽ. ആര് പിടിച്ചു? എപ്പോൾ പിടിച്ചു? മനോരമ വാർത്ത കൊടുത്തോ? ഇല്ല. എന്തായാലും മാതൃഭൂമിക്ക് വാർത്ത കൊടുക്കാത്തതിൻ്റെ ചളിപ്പ് 2 ദിവസമായിട്ട് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇത്ര ദിവസമായിട്ടും ഇത്ര വലിയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തതിൽ സ്വാഭാവികമായും ഒരു മാനക്കേടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അവർക്കൊരു തോന്നലുണ്ടായി, എങ്ങനെയെങ്കിലും ആ വാർത്ത ഒന്ന് കൊടുക്കണമല്ലോ എന്ന്. അതുകൊണ്ട് VDയെ ന്യായീകരിച്ചുകൊണ്ടൊരു വാർത്ത നൽകി. MDMA-യുമായി അറസ്റ്റിലായത് VDയുടെ ആരാധകൻ എന്ന തലക്കെട്ടിലാണ് വാർത്ത. 7 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുമായി വെറും 7 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുമായി കാസർഗോഡ് ചെറുവത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്ത യുവാക്കൾ നാട്ടിൽ മുഖ്യമന്ത്രി VD സതീശന്റെ ആരാധകർ എന്ന നിലയിൽ അറിയപ്പെടുന്നവരാണ്. നാട്ടിൽ മാത്രമാണ് കേട്ടോ. 139 ഗ്രാം MDMA-യുമായി പിടിയിലായ പ്രതികളിൽ ഒരാളായ KH മുഹമ്മദ് ഹുസൈൻ ടീം VD സതീശൻ എന്ന സാമൂഹിക മാധ്യമ പേജിന്റെ കോർഡിനേറ്ററും VD സതീശന്റെ അടുത്തയാൾ എന്ന നിലയിൽ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ അറിയപ്പെടുന്നയാളുമാണ്. ഇത് അറിയപ്പെടുന്ന അല്ലാണ്ട് ഇത് മാതൃഭൂമിയുടെ റിപ്പോർട്ടർക്ക് ഈ ഫേസ്ബുക്കിൽ അടിച്ചു നോക്കിയാൽ കാണാലോ, ആണല്ലോ, അതിനകത്ത് ഉണ്ടല്ലോ. അങ്ങനെ അറിയപ്പെടുന്ന ആളെന്ന് വളച്ചു കെട്ടി പറയേണ്ട കാര്യമില്ലോ. പ്രതിപക്ഷ നേതാവായിരിക്കെ വെങ്ങോലിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ VD സതീശൻ മുഹമ്മദ് ഹുസൈൻ്റെ വീട് സന്ദർശിച്ചതോടെയാണ് നാട്ടിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ ഇയാൾ അറിയപ്പെട്ടു തുടങ്ങിയത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സംരംഭകനെ കാണാൻ ഹെലികോപ്റ്റർ എടുത്ത് പോയി എന്ന് പറഞ്ഞത് ഇതുവരെ സംരംഭകനെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അമ്മായിയപ്പനെ ആശുപത്രിയിൽ കാണാൻ പോയി എന്ന് പറഞ്ഞ ആ വാർത്തയിൽ നിന്ന് രക്ഷപ്പെടാൻ മൂപ്പര് പറഞ്ഞ സംരംഭകൻ ഇമാതിരി ടീം വല്ലതും ആണോ? പിന്നെ മുഹമ്മദ് ഹുസൈൻ്റെ വീരനായക പരിവേഷം വാർത്തയിലുണ്ട്. പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചതും അന്നേ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ നോട്ടപ്പുള്ളിയായതല്ല, VD സതീശൻ്റെ സർക്കാരും പോലീസുമാണ്, രമേശ് ചെന്നിത്തലയുടെ പോലീസുമാണ് മൂപ്പര് അറസ്റ്റ് ചെയ്തത്. എന്തായാലും രാഷ്ട്രീയമായി അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് മാതൃഭൂമി കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടുണ്ട്. MDMA-യുമായി അറസ്റ്റിലായത് VDയുടെ ആരാധകനാണ്, എന്തായാലും അത് VD സതീശനൊന്നും അറിയില്ല എന്ന് പ്രത്യേകം വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും മനോരമ കൊടുക്കാതിരുന്നതും മാതൃഭൂമി കൊടുത്തതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ VD സതീശനെതിരായ വാർത്തകൾ നൽകാത്തത്? ഒന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാണ്, VD മീഡിയ സ്വഭാവം അന്തർഭാവമായി, VD മീഡിയ സ്വഭാവം അന്തർഭാവമായി നിൽക്കുന്ന ആൾക്കാർ. അത് നമുക്ക് കഴിഞ്ഞ കുറേ കാലം കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. VDയും സർക്കാരും പ്രതിസന്ധിയിലാകുമ്പോൾ മറ്റു പുകമറകൾ ഉണ്ടാക്കി രാവും പകലും ചർച്ച ചെയ്ത് നോൺ ഇഷ്യൂകൾ പൊതുപ്രശ്നങ്ങളാക്കി മാറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യ വിഷയത്തിൽ നിന്ന് മാറ്റി നടത്തുന്ന മാധ്യമങ്ങൾ. ഉദാഹരണത്തിന് 17 ദിവസം ദേശീയ തലത്തിൽ നിന്ന് പെട്ടെന്നെടുക്കാം. 17 ദിവസം അമിത്ഷാ എവിടെയെന്ന് പാർലമെന്റിൽ ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിൽക്കുന്ന പെണ്ണ് ഏതാണ് എന്ന് തിരിച്ചു ചോദിക്കുന്ന BJPയുടെ കേന്ദ്ര മോഡൽ. ഞങ്ങളുടെ മക്കളും അച്ഛനും എല്ലാം കടലിൽ പോയി, നിങ്ങൾ തിരച്ചിൽ പോലും നടത്തുന്നില്ലല്ലോ എന്ന് ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൾ ചോദിക്കുമ്പോൾ പിണറായിയുടെ കാലത്ത് ഇത്ര ആളുകൾ കടലിൽ പോയി, 100-ലധികം ആളുകൾ കടലിൽ പോയിട്ട് തിരിച്ചു വന്നില്ലല്ലോ എന്ന വ്യാജ കണക്ക് ഉയർത്തി മറക്കുന്ന VD മോഡൽ. അതിൽ ഒന്നാമത്തെ കൂട്ടർ ചാവേറുകളാണ് VD മീഡിയ. അവർ 1-ാം സ്ഥാനത്താണെങ്കിലും തിരിച്ച് ഇറങ്ങി അവർ എന്ത് സംഭവിച്ചാലും കൂടെ നിൽക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ്. അവർ നിർഭയം പോരാടും VDക്ക് വേണ്ടി. അവരെ രക്ഷിക്കാൻ വായനക്കാരന് കഴിയില്ല, കാരണം അവർ തീരുമാനിച്ചു പോയെന്നാണ്. എന്നാൽ രണ്ടാമതൊരു കൂട്ടർ മരണഭയമുള്ള ആൾക്കാരാണ്. വാർത്ത കൊടുത്താൽ പിടി വീഴുമോ എന്ന് പേടിച്ച് ഉപദ്രവിക്കാനല്ല എന്ന മട്ടിൽ വാർത്ത കൊടുക്കും. എത്രയെത്ര മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്ത കഥ അങ്ങ് ദില്ലിയിലുണ്ട്. ഇവിടെ അമ്മാതിരി പേടിയുടെ നാളുകൾക്ക് തുടക്കം കുറിക്കും മട്ടിലാണ് ഇപ്പോൾ ഈ കൊടുത്ത വാർത്തകളെ പിടിക്കുന്നത്. മാത്രമല്ല ആക്ഷേപിച്ചു, മുഖ്യമന്ത്രി ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കുന്നത്. ഇനി മൂന്നാമതൊരു കൂട്ടർ ആണ് നമ്മൾ പറയുന്ന പോലെ രണ്ടും കൽപ്പിച്ച് വാർത്ത കൊടുക്കുന്ന ആളുകൾ. അവരുടെ വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മെറ്റയിലൊക്കെ നീക്കുന്നത് കാണുന്നത്. ഇങ്ങനെ 3 വിഭാഗം മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ്റെ ഈ അറസ്റ്റിൻ്റെ തുടർച്ചയും അതിൻ്റെ തുടർച്ചയായി വരുന്ന റിപ്പോർട്ടിങ്ങുകളും അങ്ങനെ പല ബോധ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. സമീപ നാളുകളിൽ കേരളത്തിൽ VD സതീശനെതിരെ വരുന്ന ഗുരുതരമായ പ്രശ്നസാധ്യതയുള്ള വാർത്തകൾ മെറ്റ വഴി തന്നെ നീക്കം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ പോലീസ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ കേസിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് വീഡിയോയും മെറ്റ നീക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ VD സതീശനെതിരെ വരുന്ന വാർത്തകളും വീഡിയോകളും മെറ്റ നേരിട്ട് നീക്കം ചെയ്യുന്നതായാണ് പ്രമുഖ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ നീക്കം ചെയ്യപ്പെട്ട വാർത്തകളിൽ പ്രധാനം ഒന്നാമത്തേത് VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മുഹമ്മദ് ഹുസൈൻ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളാണ്. രണ്ടാമത്തേത് ക്ഷേമ
പെൻഷൻ വീടുകളിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് വി ഡി സർക്കാരിന്റെ നിലപാട് ചോദ്യം ചെയ്യുന്ന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രസ്താവനയടക്കം മെറ്റ വഴി നീക്കിക്കളഞ്ഞു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിന്റെ മകൾ ജിജി പ്രതികരിക്കുന്ന വീഡിയോകളും നീക്കം ചെയ്തവയിലുണ്ട്. പിന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വീട് വെച്ച് നൽകാം, പുനർജനിയിൽ വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ് വീട് കിട്ടാത്ത സ്ത്രീ അവിടെ പോയപ്പോൾ മുഖ്യമന്ത്രി നിന്റെ സൂക്കേട് തീർന്നോ എന്ന് ചോദിച്ചു എന്ന് ആരോപിച്ച് അവർ പൊതു മധ്യത്തിൽ പറഞ്ഞ പ്രസ്താവനയാണ്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവല്ലോ. ഇതൊക്കെ മെറ്റ അപ്പപ്പത്ത് നീക്കം ചെയ്യുന്നുണ്ട്. പോലീസ് പറയുന്നു, സർക്കാർ പറയുന്നു, മെറ്റ നീക്കം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബിന്റെ ഒരു പ്രതികരണം കൂടി വായിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് പിടികൂടി എന്നൊരു വാർത്ത 2 ദിവസം മുമ്പ് കണ്ടിരുന്നു. ഇന്നലെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ ഒരു പോസ്റ്റും കണ്ടിരുന്നു. വേറെ വലിയ ബഹളമൊന്നും കണ്ടില്ല. ഞാനും ശ്രദ്ധിച്ചില്ല. ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരള മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളെയാണ് മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായി പിടികൂടിയത് എന്ന വാർത്ത ഉണ്ടാക്കേണ്ടുന്ന പ്രതികരണം ഉണ്ടാവാത്ത തരത്തിൽ ആ ആളെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്കിടയിൽ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അത്ഭുതത്തോടെയും ഞെട്ടലോടെയും ഓർക്കുകയാണ്. ഒരു നിഷേധക്കുറിപ്പ് പോലും ആരും മുഖ്യമന്ത്രിയോട് ചോദിച്ചില്ല. അങ്ങനെ വന്നുമില്ല. നമ്മൾ അസാധാരണമായ അത്ര പരിചയമില്ലാത്തൊരു കാലത്താണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്നു. കെ ജെ ജേക്കബ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ വാർത്താ സാഹചര്യത്തെ ആശങ്കയോടെ വിലയിരുത്തുന്നത്. തീരെ പരിചയമില്ലാത്ത ഒരു കാലത്താണ്. ഒരുപക്ഷെ വി ഡി സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടാതെ ഇരുന്നാൽ, എതിർവാർത്തകളും വിശകലനങ്ങളും നൽകി എങ്കിൽ അങ്ങനെ പലതും സംഭവിക്കും. ഒന്നുകിൽ നിങ്ങൾ 1-ാം നമ്പറായി എന്ന് പ്രശംസിക്കുക, അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യുക. ബാക്കിയെല്ലാം നന്നായി നടന്നോളും. ഇല്ലെങ്കിൽ ഇതുപോലെ കൈകാര്യം ചെയ്യപ്പെടും. അത് മെറ്റയായും മാനായും പുലിയായും രാത്രി ചർച്ചയായും ഒക്കെ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ആളുകൾ വരും. അങ്ങനെ ആരെങ്കിലും കൈകാര്യം ചെയ്തില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.